നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു റവ പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അതുകൂടാതെ ഇത് ഫുൾ ഡേ ഇരുന്ന് കഴിഞ്ഞാൽ പോലും ഇത് ഒട്ടും കട്ടിയുണ്ടാവില്ല, നല്ല മാർദ്ദവമായിട്ട് ഇരിക്കുകയും ചെയ്യും. കൂടാതെ ഞാൻ ഈ തേങ്ങയുടെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. ഞാൻ ഇതിനു വേണ്ടി 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം വറുക്കാത്ത റവയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചൂടാക്കിയിട്ട് തന്നെ എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ പുട്ട് നനച്ചെടുക്കണമല്ലോ, അതിന് ഞാനൊരു 1/2 കപ്പ് അളവിലുള്ള തിളച്ച വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളം 1/2 കപ്പേ ചേർക്കാവുള്ളൂ. 1 കപ്പിന് 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുട്ടുപൊടി കണ്ടമാനം നനഞ്ഞു പോകും, പിന്നെ പുട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കേട്ടല്ലോ, കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ, അതായത് എല്ലാം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് അടർത്തി കൊടുക്കുക. ഇനി ഇതുപോലൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പകുതി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം നമുക്ക് ഈ മിക്സ്. അപ്പോൾ അത് ആദ്യം ഞാനൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ഞാനിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഇതുപോലെ തന്നെ കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം പൊടിയായിട്ട് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൊടിയായിട്ട് തന്നെ കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്കിനി പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു വലിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ റവ പുട്ട് ഉണ്ടാക്കുമ്പം ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പുട്ടുകുറ്റി ഒരു പ്ലേറ്റിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ലെയറായിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ 2 വലിയ സ്പൂൺ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 വലിയ സ്പൂൺ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ പുറത്തേക്ക് പുട്ടുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചിരട്ട പുട്ടിനകത്തോ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്നിച്ച് പുട്ടുപൊടി ഇട്ടിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കാം. ആ സമയത്ത് നമ്മൾ ഈ തേങ്ങയുടെ കൂടെ അല്പം ക്യാരറ്റും കൂടെ ചേർത്തെടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്ത് ഞാനിത് എടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി ഞാനിത് കുക്കറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് നന്നായി തിളച്ച് കിടപ്പുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആവി വന്ന ഉടനെ നമ്മളിത് എടുക്കരുത്. 5 മിനിറ്റോളം ആവി കയറണം, എങ്കിലേ ഇത് നന്നായി വെന്ത് കിട്ടത്തുള്ളൂ. കാരണം റവയല്ലേ, അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് എടുത്ത് താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെ നമ്മൾ എടുത്ത് വെച്ചാൽ ചൂട് അപ്പം തന്നെ നമ്മളിത് കുത്തി കൊടുക്കരുത്. ആ സമയത്ത് തന്നെ എടുത്ത് വെച്ച ആ സമയത്ത് തന്നെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് പൊടിഞ്ഞു പോകും. ഈ ഒരു രീതിയിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് കുത്തി കൊടുക്കുക.
അപ്പോൾ ദേ നോക്കൂ, ഞാനത് ഇങ്ങനെ കുത്തി കൊടുത്ത് എടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി റവപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പുട്ടാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം എടുത്ത് അടുത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് ആ പപ്പടം പൊടിച്ച് കഴിച്ചോളും. അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം റവപ്പുട്ട് ഉണ്ടാക്കുമ്പം ഇതുപോലൊന്ന് കൂട്ടുകാരുണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കണേ.